വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിലൂടെ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 7th സെമസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ UV സ്പെക്ട്രോസ്കോപ്പി ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് UV സ്പെക്ട്രോസ്കോപ്പി. UV സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കി. ഇനി അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പി അതിൻ്റെ കോമ്പണൻസ് നോക്കാം. 5 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. റേഡിയേഷൻ സോഴ്സ്, വേവ് ലെങ്ത് സെലക്ടർ, സാമ്പിൾ ഹോൾഡർ, ഡിറ്റക്ടർ, റീഡ് ഔട്ട് ഡിവൈസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റേഡിയേഷൻ സോഴ്സ്. റേഡിയേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് ആണ് റേഡിയേഷൻ സോഴ്സ്. അത് UV റേഡിയേഷൻ ആവാം, വിസിബിൾ റേഡിയേഷൻ ആവാം. UV റേഡിയേഷൻ ആണെങ്കിൽ 200 to 400 നാനോമീറ്ററും വിസിബിൾ റേഡിയേഷൻ ആണെങ്കിൽ 400 to 800 നാനോമീറ്റർ ആണ് അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. സപ്പോസ് ഇപ്പോൾ തന്നിരിക്കുന്ന സാമ്പിൾ കളേർഡ് ആണെങ്കിൽ നമ്മൾ വിസിബിൾ റേഡിയേഷൻ ആണ് ചൂസ് ചെയ്യുക. കളർലെസ് ആണെങ്കിൽ UV റേഡിയേഷൻ ആണ്. അടുത്തത് ക്രോമോഫോർ. ക്രോമോഫോർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു മോളിക്യൂളിൻ്റെ ഒരു പാർട്ടാണ്. അത് ആ മോളിക്യൂളിന് കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആണ്. ഓക്സോക്രോം എന്ന് പറയുമ്പോൾ ആ പാർട്ട് ഇറ്റ്സെൽഫ് അത് കളർലെസ് ആണ്, പക്ഷേ വേറെയുള്ള മോളിക്യൂൾസിനെ കളേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്രോമോഫോറും ഓക്സോക്രോമും. അടുത്തത് സോഴ്സസ് ആണ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ UV സ്പെക്ട്രോസ്കോപ്പിക്കും വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കും ഡിഫറെൻ്റ് ആണ്. UV സ്പെക്ട്രോസ്കോപ്പിൻ്റെ റേഡിയേഷൻ സോഴ്സസ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് HDMX. H ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്, D ഡ്യൂട്ടീരിയം ലാമ്പ്, M മെർക്കുറി ആർക്ക് ലാമ്പ്, X സെനോൺ ഡിസ്ചാർജ് ലാമ്പ്. വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ആണെങ്കിൽ TC ആണ്. T ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പ്, C കാർബൺ ആർക്ക് ലാമ്പ്. അതിന് നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്. അപ്പോൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഫിഗറാണ് ഈ അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫിഗർ ഉണ്ട്. ഫിഗർ നോക്കിയാൽ അറിയാം നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിന് 2 ഇലക്ട്രോഡ്സ് പ്രസൻ്റ് ആണ്. 2 ഇലക്ട്രോഡ്സ് ഗ്ലാസ് ട്യൂബിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യാണ്. അവിടെ AC വോൾട്ടേജും ബലാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എന്താണ്? ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവും. ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഡിസ്ചാർജ്ഡ് ആവും. ഇലക്ട്രോൺസ് ഡിസ്ചാർജ്ഡ് ആയിട്ട് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്തിട്ട് ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസ് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് റിട്ടേൺ വരും. അപ്പോൾ ആ റിട്ടേൺ വരുന്ന സമയത്ത് UV റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് സ്പെക്ട്രാണ് ഇവിടെ എമിറ്റ് ചെയ്യുക. ടിപ്പിക്കലി 200 to 400 നാനോമീറ്ററിൽ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. അത് ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, പെയർ ഓഫ് ഇലക്ട്രോഡ്സ് കാണുന്നുണ്ട്. ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഡിസ്ചാർജ്ഡ് ആവും. ഈ ഇലക്ട്രോൺസ് ഹൈഡ്രജൻ മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസ് ലോവർ എനർജി ലെവലിലോട്ട് വരുന്ന സമയത്ത് UV റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രാണ് അവിടെ UV റീജിയനിൽ നമുക്ക് തരിക. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണ്ടിന്യൂസ് UV സ്പെക്ട്രം തരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് UV അനാലിസിസിന് സ്യൂട്ടബിൾ ആണ്. സ്റ്റേബിൾ ഔട്ട്പുട്ടാണ് തരിക ഡ്യൂറിങ് ഷോർട്ട് ടേം യൂസേജ്. പിന്നെ കോമൺ ആൻഡ് എക്കണോമിക്കൽ സോഴ്സ് ആയിട്ട് നമ്മൾ UV റേഡിയേഷന് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, ഒന്ന് ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും കമ്പയർഡ് ടു അതർ സോഴ്സസ് ലൈക്ക് ഡ്യൂട്ടീരിയം ലാമ്പ് പോലത്തെ സോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് UV റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. പിന്നെ ലോങ് ടേം യൂസിന് സ്യൂട്ടബിൾ അല്ല. അതിന് റെഡ്യൂസ്ഡ് ലാമ്പ് ലൈഫും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഓവർ ടൈം ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ലോങ് ടേം യൂസിന് സ്യൂട്ടബിൾ അല്ല. ഈ ഒരു ഫിഗറും അതിന് വരയ്ക്കണം. ഇതാണ് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്. അടുത്തതാണ് ഡ്യൂട്ടീരിയം ലാമ്പ്. ഡ്യൂട്ടീരിയം ലാമ്പ് D2 ലാമ്പ് എന്നും പറയുന്നുണ്ട്. ഡ്യൂട്ടീരിയം ലാമ്പിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്യൂട്ടീരിയം ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ലാമ്പാണ്. ഇത് ഹൈ വോൾട്ടേജ് കറണ്ടിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഡ്യൂട്ടീരിയം ഗ്യാസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അവിടെ ഹൈ വോൾട്ടേജ് കറണ്ട് നമ്മൾ ഇലക്ട്രോഡ്സിലൂടെ പാസ് ചെയ്യുന്നതാണ് ചെയ്യുക. ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡ്യൂട്ടീരിയം ആറ്റംസിനെ എക്സൈറ്റ് ചെയ്യും. അത് എക്സൈറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ വരുമ്പോൾ UV റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. 190 to 370 നാനോമീറ്ററിലാണ് എക്സ്പെഷ്യലി അവിടെ എമിഷൻ നടക്കുന്നത്. വെരി ഹൈ ടെമ്പറേച്ചറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഫ്യൂസ്ഡ് ക്വാർട്സ് അല്ലെങ്കിൽ യു വി ഗ്രേഡ് ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം എന്താണ്, ഹൈ ടെമ്പറേച്ചേഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യു വി സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് യു വി സ്പെക്ട്രോസ്കോപ്പിക് ആപ്ലിക്കേഷൻസിനും ഇത് സ്യൂട്ടബിൾ ആണ്. ഡ്യൂട്ടീരിയം ലാമ്പ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹയർ ഇൻറ്റൻസിറ്റി ആണ് യു വി റേഡിയേഷൻ്റെ. പിന്നെന്താണ്, സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ബെറ്റർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഡ് ഓപ്പറേഷണൽ റേഞ്ച് ആണ് ഉള്ളത്. ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിലും ടങ്സ്റ്റൺ ലാമ്പിനെക്കാട്ടിലും. അതുപോലെ തന്നെ യു വി റീജിയനോട് മാത്രം ലിമിറ്റഡ് ആണ്. ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. സെയിം ഹൈഡ്രജൻ, നമ്മുടെ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പും ഡ്യൂട്ടീരിയം ലാമ്പും ഏകദേശം സെയിം മെക്കാനിസം തന്നെയാണ് വരുന്നത്. അടുത്തതാണ് മെർക്കുറി ആർക്ക് ലാമ്പ്. മെർക്കുറി ആർക്ക് ലാമ്പ് എന്ന് പറയുമ്പോൾ ഈ ലാമ്പിൽ ഇതാണ് ഫിഗർ വരുന്നത്. ഈ ലാമ്പിൽ എന്തുണ്ടായിരിക്കും, മെർക്കുറി വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഹൈ പ്രഷറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇതിലൂടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ വേപ്പറിലൂടെ, അതായത് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ മെർക്കുറി വേപ്പർ ഉണ്ടായിരിക്കും ഹൈ പ്രഷറിൽ. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് മെർക്കുറി ആറ്റംസ് അവിടെ എക്സൈറ്റഡ് ആവും. അങ്ങനെ എക്സൈറ്റേഷൻ നടന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. യു വി ആൻഡ് വിസിബിൾ റീജിയനിൽ, രണ്ട് റീജിയൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എമിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക. പിന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഷാർപ്പ് എമിഷൻ ലൈൻസ് ആണ് അത് സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ സ്പെസിഫിക് വേവ് ലെങ്ത് റിക്വയർഡ് ആയിട്ടുള്ള കേസസിലാണ് നമ്മളിത് കോമൺലി യൂസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഹൈ ഇൻറ്റൻസിറ്റി ആണുള്ളത്. പിന്നെ മോണോക്രോമാറ്റിക് ലൈറ്റ് റിക്വയർ ആയിട്ടുള്ള കേസസിലൊക്കെ സ്യൂട്ടബിൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രൽ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ അല്ല. അതായത് എൻറ്റയർ യു വി റേഞ്ച് ഒക്കെ സ്കാൻ ചെയ്യേണ്ട കേസസിലൊന്നും അത് സ്യൂട്ടബിൾ അല്ല. ലിമിറ്റഡ് വേവ് ലെങ്ത് ഫ്ലെക്സിബിലിറ്റി ആണ് ഉള്ളത്. അപ്പോൾ മെർക്കുറി ആർക്ക് ലാമ്പിൻ്റെ നമ്മൾ പറഞ്ഞു, ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ മെർക്കുറി വേപ്പേഴ്സ് ഉണ്ടായിരിക്കും ഹൈ പ്രഷറിൽ. അതിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. മെർക്കുറി ആറ്റംസ് എക്സൈറ്റഡ് ആയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. ആ സമയത്താണ് എന്തുണ്ടാവുക, എമിഷൻ നടക്കുന്നത്. ഈ എമിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക. ഇതാണ് മെർക്കുറി ആർക്ക് ലാമ്പ്. അടുത്തതാണ് സെനോൺ ഡിസ്ചാർജ് ലാമ്പ്. ഫിഗർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെനോൺ ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി ആൻഡ് വിസിബിൾ റേഡിയേഷൻ ബോത്ത് സൈഡിലും സ്യൂട്ടബിൾ ആണ്. ഇവിടെ ലാമ്പ് ഉണ്ടായിരിക്കും. ഈ ലാമ്പിൽ സെനോൺ ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഹൈ പ്രഷറിൽ. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെനോണിൻ്റെ കൂടെ സിലിക്കയും കൂടി മിക്സ് ചെയ്യും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബൾബ് ഉണ്ടായിരിക്കും, ആ ബൾബിൽ സെനോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഹൈ പ്രഷറിൽ. ചില സമയത്ത് നമ്മൾ ഈ സെനോണിൻ്റെ കൂടെ സിലിക്കയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രണ്ട് ഇലക്ട്രോഡ്സ് പ്രസൻ്റ് ആണ് ഇവിടെ. പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും കണ്ടല്ലോ, ആനോഡ് കാഥോഡ് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആർക്ക് ഫോം ചെയ്യും. ഓക്കെ, ഒരു ആർക്ക് ഫോം ചെയ്യും രണ്ട് ഇലക്ട്രോഡ്സിൻ്റെയും ഇടയിൽ. ഈ ആർക്കാണ് എന്ത് ചെയ്യുക, സെനോൺ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, റേഡിയേഷൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് റേഡിയേഷനാണ് യു വി ടു വിസിബിൾ റേഡിയത്തിലും അതുപോലെ തന്നെ നിയർ ഇൻഫ്രാറെഡിലും കണ്ടിന്യൂസ് റേഡിയേഷൻസ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ബോത്ത് യു വി ആൻഡ് വിസിബിൾ ലൈറ്റ് നീഡഡ് ആയിട്ടുള്ള കേസസിൽ നമ്മൾ യൂസ് ചെയ്യും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് റേഡിയേഷൻസ് പെട്ടെന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൈ സെൻസിറ്റിവിറ്റി ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ്ഫുൾ ആണ്. ഫോട്ടോ ഡയോഡ് അറേ ഡിറ്റക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യും. ഫ്ലാഷ് ഫോട്ടോലൈസിസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ആണ്, വെരി ഹൈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആവശ്യമുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ തെർമൽ ഇൻസുലേഷൻ്റെ ആവശ്യമുണ്ട്, കൂളിങ്ങിൻ്റെയും. കാരണം അതിൽ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ തെർമൽ ഇൻസുലേഷനും വേണം, കൂളിങ്ങും വേണം. പിന്നെ മോർ എക്സ്പെൻസീവ് ആണ്, പിന്നെ ബൾക്കിയർ ആണ്. ഇതാണ് സെനോൺ ഡിസ്ചാർജ് ലാമ്പ്. അടുത്തതാണ് ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പ്. ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാമ്പിൽ ടങ്സ്റ്റൺ, ഇതാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടായിരിക്കും. അതൊരു സ്മോൾ ക്വാർട്സ് ബൾബിൽ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടായിരിക്കും, അതൊരു സ്മോൾ ക്വാർട്സ് ബൾബിൽ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ ബൾബ് ഇവാക്വേറ്റഡ് ആണ്. എന്നിട്ട് ഇവാക്വേറ്റ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യും, ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്യും. ആർഗണോ നൈട്രജനോ പോലെയുള്ള ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്യും. സ്മോൾ എമൗണ്ട് ഓഫ് ഹാലോജൻ ഗ്യാസും നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
ഇലക്ട്രിക് കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഹീറ്റ് ആവും. 3000 കെൽവിൻ വരെ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഹീറ്റ് ആവുന്നുണ്ട്. ഈ ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യും. ഈ ഹാലോജൻ ഗ്യാസ് എന്തിനാ ഹെൽപ്പ് ചെയ്യാം, ഹാലോജൻ സൈക്കിളിന്, അതായത് ടങ്സ്റ്റൻ്റെ സബ്ലിമേഷൻ, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സമയത്ത് ടങ്സ്റ്റണിന് സബ്ലിമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാലോജൻ ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അത് ലാമ്പ് ലൈഫും ബ്രൈറ്റ്നസ്സും ഒക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് സ്പെക്ട്രാണ് പ്രൊഡ്യൂസ് ചെയ്യുക 320 നാനോമീറ്ററിന് 2500 നാനോമീറ്റർ വരെ. പക്ഷേ ഡീപ്പ് യു വി കേസസിലൊന്നും അത് സ്യൂട്ടബിൾ അല്ല, കാരണം ഇൻറ്റൻസിറ്റി ഭയങ്കര കുറവായിരിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ആണ്, ലോങ് ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും, പിന്നെന്താണ് വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസിന് സ്യൂട്ടബിൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് അബ്സോർബിങ് ഫിൽറ്ററാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഡിറ്റക്ടേഴ്സിനെയും സാമ്പിളിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യു വി സ്പെക്ട്രോസ്കോപ്പിക്ക് അത് പോസിബിൾ അല്ല, കാരണം ലോ യു വി എമിഷൻ ആയതുകൊണ്ട് യു വി സ്പെക്ട്രോസ്കോപ്പിക്ക് അത്ര പോസിബിൾ അല്ല. അപ്പോൾ ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പാണ് പറഞ്ഞത്. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടായിരിക്കും, ഒരു സ്മോൾ ക്വാർട്സ് ബൾബിൽ സീൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ആ ബൾബ് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഇനർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്യും. സ്മോൾ എമൗണ്ട് ഹാലോജൻ ഗ്യാസും ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് സബ്ലിമേഷൻ അണ്ടർഗോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ലാമ്പ് ലൈഫും ബ്രൈറ്റ്നസ്സും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യു വി റേഡിയേഷൻ്റെ സോഴ്സസ് വരുന്നത്. യു വി റേഡിയേഷൻ്റെ നമ്മൾ നോക്കി, ഒരു ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പ് എന്ന് പറയുമ്പോൾ വിസിബിൾ റേഡിയേഷൻ്റെ ആണ്. ലാസ്റ്റ് വണ്ണാണ് കാർബൺ ആർക്ക് ലാമ്പ്. കാർബൺ ആർക്ക് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ 2 കാർബൺ ഇലക്ട്രോഡ്സ് ഉണ്ട്. 2 കാർബൺ ഇലക്ട്രോഡ്സ്, ഇതൊന്നും ഇതൊന്നും 2 കാർബൺ ഇലക്ട്രോഡ്സ് കാണുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരുമിച്ച് പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. ഹൈ വോൾട്ടേജ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ആർക്ക് ഫോം ചെയ്യും. ഇവിടെ ആർക്ക് ഫോം ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ 2 കാർബൺ റോഡ്സിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ചെയ്യും, വെരി ബ്രൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ഇൻറ്റൻസ് റേഡിയേഷനാണ് വിസിബിൾ റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് സ്പെക്ട്രം അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില യു വി ആൻഡ് ഐ ആർ റേഡിയേഷൻസും അത് എമിറ്റ് ചെയ്യും. പക്ഷേ വിസിബിൾ ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് വെരി ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് സോഴ്സ് ആണ്, പിന്നെ സ്ട്രോങ് ഇലുമിനേഷനൊക്കെ ആവശ്യമുള്ള എക്സ്പെരിമെൻറ്റ്സിന് സ്യൂട്ടബിൾ ആണ്, കംപ്ലീറ്റ് വിസിബിൾ സ്പെക്ട്രത്തിനെ കവർ ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മോഡേൺ സ്പെക്ട്രോമീറ്റേഴ്സിന് അത് സ്യൂട്ടബിൾ അല്ല, ബൾക്കിനെസ് കാരണം, പിന്നെ മെയിൻ്റനൻസ് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം. ഓക്കെ, പിന്നെ റെഗുലർ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റേഡിയേഷൻ സോഴ്സസ് വരുന്നത്. ഇപ്പോൾ വേവ് ലെങ്ത് സെലക്ടേഴ്സ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.